അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ബേസിക് സീരീസിൽ അവസാനത്തെ കൺസെപ്റ്റ് പഠിക്കാം. കൺസെപ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം എക്സ്ട്രാ ആയിട്ട് പറയാനുണ്ട്. ഇപ്പം നമുക്കറിയാം, പ്രിന്റിനകത്ത് നമ്മൾ എന്തെങ്കിലും കൊടുത്തെന്ന് വിചാരിച്ചു, ഹലോ എന്ന് കൊടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ആ സ്ക്രീനിലേക്ക് വരും. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹലോ എന്നുള്ള സാധനം സ്ക്രീനിലേക്ക് വരും, കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം എനിക്ക് ഹലോ ഇട്ടിട്ട് ഒരു കോമ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ സ്പേസ് ഹായ് വരും. അങ്ങനെ നമ്മൾ എത്ര വേണമെങ്കിലും കോമ ഇട്ടിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. സ്ട്രിങ് തന്നെ ആവണമെന്നില്ല, അപ്പം നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റിനകത്ത് ഒന്നും കൂടുതൽ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഇനി കുറച്ചും കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എക്സാമ്പിൾ നെയിം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിച്ചു. അലക്സ് കൊടുത്തു, ഏജ് 20 കൊടുത്തു. എനിക്ക് നെയിമും ഏജും പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതായത് നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അലക്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ കോമ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നെയിം എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ഏജ് ഈസ് എന്ന് പറഞ്ഞിട്ട് കോമ ഇട്ടിട്ട് നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഏജ് പറഞ്ഞാൽ മതി. അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നെയിം ഈസ് പ്രിന്റ് ചെയ്യും, സ്പേസ് അലക്സ് ഉണ്ടാവും, സ്പേസ് ആൻഡ് ഏജീസ് ഉണ്ടാവും, സ്പേസ് 20 ഉണ്ടാവും. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നെയിം ഈസ് അലക്സ് ആൻഡ് ഏജീസ് 20 ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കോമൺ ഇട്ട് എത്ര സാധനം വേണമെങ്കിലും പ്രിന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി വേറൊരു സംഭവമുള്ള എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിനകത്ത് ടെംപ്ലേറ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒന്നുമില്ല, നമ്മൾ നെയിം ഈസ് എന്നിട്ട് നമുക്ക് നെയിമാണ് വരേണ്ടത്. ഞാൻ നെയിം എന്ന് പറയണേ, ആൻഡ് ഏജ് ഈസ് എന്നിട്ട് നമുക്ക് ഏജാണ് വരേണ്ടത്. ജസ്റ്റ് ഒരു കേളി ബ്രേസിനകത്ത് നമ്മൾ വേരിയബിളിൻ്റെ പേര്, ഇവിടെ കേളി ബ്രേസിനകത്ത് വേരിയബിളിൻ്റെ പേര് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ നമുക്കറിയാം, സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ സ്ക്രീനിലേക്ക് വരെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഫോർമാറ്റഡ് സ്ട്രിങ് ആക്കിയിട്ട് മാറ്റണമെങ്കിൽ സ്ട്രിങ്ങിൻ്റെ കോഡ്സിന് മുമ്പിലായിട്ട് എഫ് ഇട്ട് കൊടുക്കുക. എഫ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇതിനകത്ത് നമ്മൾ എവിടെയെങ്കിലും കേളി ബ്രേസ് ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. കേളി ബ്രേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ഞാനിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഉണ്ടോ, നെയിം എന്നുള്ള ഈ ഒരു സാധനത്തിനെ മാറ്റിയിട്ട് നെയിമിൻ്റെ ആക്ച്വൽ വാല്യൂ വെച്ചാൽ അലക്സ് എന്നുള്ള വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏജ് എന്നുള്ള ഈ കേളി ബ്രേസിനെ മാറ്റിയിട്ട് ഈ ഏജിൻ്റെ വാല്യൂ 20 എന്നുള്ള വാല്യൂ ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സുഖം എന്താ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കാൽക്കുലേഷൻ ഒക്കെ നടത്താം കേട്ടോ. ഇങ്ങനെ കാൽക്കുലേഷൻ നടത്തിയാലും കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിനകത്ത് പൈത്തൺ കോഡ് എഴുതാന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ നമുക്ക് എന്തായി? നമുക്ക് ഫോർമാറ്റഡ് സ്ട്രിങ് ആയി. അതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ എഫ് ഇട്ട് കൊടുക്കണം. എഫ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി വേരിയബിളിൽ നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ പറയാം. ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ വെച്ചിട്ട് അവിടെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്തോളും. അപ്പം നമുക്ക് ഇന്നത്തെ കൺസെപ്റ്റിലേക്ക് കിടക്കാം. കൺസെപ്റ്റിൻ്റെ പേര് ഫംഗ്ഷൻസ് എന്നാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോഡ് ഇതാണ്. ഇപ്പോൾ പ്രിന്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ ഓഫ് കോഡിനെ ഞാൻ ഇതിൻ്റെ മുമ്പിൽ DEF എന്ന് വിളിക്കുകയാണേ. ഓക്കെ, DEF എന്നിട്ട് സേ ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പണിങ് ക്ലോസിങ് ഇതാണ്. അതായത് DF എന്ന് പറഞ്ഞു, സ്പേസ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തു, എന്നിട്ടൊരു ഓപ്പണിങ് ക്ലോസിങ് കൊടുത്തു, എന്നിട്ടൊരു കോളം കൊടുത്തു. കോളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം അതിന് ശേഷമുള്ള സാധനം ഇൻഡന്റേഷനിൽ വരണം. അപ്പോൾ ഞാനൊരു ടാബ് സ്പേസ് ഇട്ട് കൊടുത്തു. എന്താ സംഭവിച്ചിട്ടുണ്ട്? നമുക്കൊന്നുകൂടെ കോഡ് റൺ ചെയ്ത് നോക്കാം. കോഡ് റൺ ചെയ്തപ്പോൾ ഹായ് എന്ന് വന്നിട്ടുണ്ട്, പക്ഷേ ഹലോ എന്ന് വന്നിട്ടില്ല. ഹലോ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എന്താ വരാത്തതിന് റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹലോ എന്നുള്ള ഈ കോഡിനെ, അതായത് പ്രിന്റ് ഹലോ എന്നുള്ള ഈ കോഡിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പെട്ടീൻ്റെ അകത്താക്കിയിട്ട് എഴുതാണ് ശരിക്കും ചെയ്തത്. അതായത് ഈ ഒരു കഷ്ണം കോഡിന് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു പേരിട്ട് വിളിച്ചാണ്, സേ ഹലോ എന്ന്. അതായത് ഈ പ്രിന്റ് ഹലോ എന്നുള്ള ഈ ലൈൻ ഓഫ് കോഡിന് നമ്മൾ സേ ഹലോ എന്ന് പേരിട്ട് വിളിച്ചതാണ്. അപ്പോൾ പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സാധനം വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അതായത് സേ ഹലോ എന്നുള്ളൊരു കഷ്ണം കോഡാണ് ഇതെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇത് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ സേ ഹലോനെ വിളിക്കണം. ഞാൻ വിളിക്കുകയാണ് സേ ഹലോ. ഇപ്പോൾ വിളിച്ച സമയത്ത് കണ്ടോ, ഹായ് ഉണ്ട്, ഹലോ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ സേ ഹലോ 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാലോ 2 പ്രാവശ്യം ഹലോ എന്ന് വരും. അതായത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു കഷ്ണം കോഡിനെ ഒരു പേരിട്ട് വിളിച്ചു. എങ്ങനെ പേരിട്ട് വിളിക്കുക? DEF എന്ന് പറയാം. നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക, ഒരു ഓപ്പണിംഗ് ക്ലോസിങ് പെട്ടി കൊടുക്കുക, കോളം കൊടുക്കുക, എന്നിട്ട് കോളന് ശേഷം ഇൻഡന്റേഷനിലാണ് എഴുതേണ്ടത്. നമുക്ക് എത്ര ലൈൻ കോഡ് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ഈ ഹായ് ഇതിനകത്താക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല. അപ്പം എന്തായി? നമുക്കിനി എത്ര പ്രാവശ്യം വേണമെങ്കിലും സേ ഹലോ എന്ന് വിളിക്കാം. ഈ 2 ലൈൻ അങ്ങോട്ട് എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പ്രിന്റ്, അതേപോലെ തന്നെ എന്ത് ഇൻപുട്ട്, റേഞ്ച്, കുറേ ഫംഗ്ഷൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൈത്തണിൻ്റെ കൂടെ ബിൽറ്റിനായിട്ട് വരുന്നതാണെങ്കിൽ കൂടെ ഇതിനും കണ്ടോ, ഇതിനും കോഡൊക്കെ ഉണ്ട്. എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് മനസ്സിലാത്ത സാധനമാണ്, ഇതിനും കോഡൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്തത്? നമ്മൾ ഒരു കഷ്ണം കോഡിനെ അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ലൈൻ ഓഫ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേരിട്ട് വിളിക്കുകയാണ്. DEF എന്ന് പറയാ, പേര് പറയാ, ഓപ്പണിംഗ് ക്ലോസിങ് കൊടുക്കുക, കോളൻ ഇടുക. എന്നിട്ട് നമ്മൾ ഇൻഡന്റേഷനിൽ എഴുതിയാൽ മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. ഇപ്പോൾ ഈ ഹായ് എന്ന് പറയുന്നത് ഇതിന് പുറത്താണെങ്കിൽ പിന്നെ ഇവിടെ ഹായ് നേരെ എക്സിക്യൂട്ട് ആവും, കുഴപ്പങ്ങളൊന്നുമില്ല. ഹലോ വരണമെങ്കിൽ മാത്രമേ നമ്മൾ ഹലോ വിളിക്കേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പം ഫംഗ്ഷന് പേരിടുമ്പോഴും നമ്മളെ വേരിയബിളിന് പേരിടുന്ന റൂൾസ് ഒക്കെ അപ്ലിക്കബിൾ ആണ്. നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പറ്റില്ല.
പിന്നെ നമ്മൾ കൺവെൻഷൻ ഫോളോ ചെയ്യും. ഇപ്പോൾ സേ ഹലോ എന്നുള്ള നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. ഇങ്ങനെയാണ് പൈത്തണിൽ സാധാരണ നമ്മൾ കൺവെൻഷൻ ഫോളോ ചെയ്യുക. സേ ഹലോ ആയിട്ട് എഴുതാം, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഇവിടെ ഒരു പെട്ടി കാണാം. ഈ പെട്ടി എന്തിനാന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഞാനൊരു വാരിയബിൾ ഉണ്ടാക്കാണ്, നെയിം ഈക്വൽ ടു അലക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് ഹലോ കോമ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, കോമ ഇട്ടിട്ട് പ്രിന്റ് അകത്ത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സ്പേസ് സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുക. അതായത് ഹലോ സ്പേസ് നെയിമിന്റെ വാല്യൂ എന്താ, അലക്സ് ആണ്. അലക്സ് എന്ന വരും. നമ്മൾ ഫംഗ്ഷനെ വിളിക്കണം, ഫംഗ്ഷനെ വിളിച്ചാൽ മാത്രമേ കോഡ് വർക്ക് ആവുള്ളൂ. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് സാധാരണ റൺ ചെയ്ത് നോക്കാം. ഹലോ അലക്സ് വന്നിട്ടുണ്ട്. എന്താ സംഭവിച്ചത്, സേ ഹലോ എന്നുള്ള ഒരു കഷ്ണം കോഡ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാം കേട്ടോ, പ്രിന്റ് മാത്രമൊന്നുമല്ല, നമുക്ക് കണ്ടീഷണലി ലൂപ്പ് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു കഷ്ണം കോഡ് എഴുതാണ്. ആ കോഡിനെ സേ ഹലോ എന്ന് വിളിച്ചു. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ സേ ഹലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കണം, വിളിച്ചാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പം ഇവിടെ നമ്മളൊരു വാരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വാരിയബിൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ ലോക്കൽ വാരിയബിൾ എന്നൊക്കെ വിളിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രിന്റ് നെയിം എന്ന് കൊടുത്തോക്കാണ്. കൊടുത്തപ്പോൾ തന്നെ കാണാൻ ഇവിടെ എറർ വരുന്നത്. കാര്യം എന്താ, നെയിം കാണുന്നില്ല എന്നുള്ള കാര്യം എന്താ, ഈ നെയിം എന്നുള്ള വാരിയബിൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുറത്ത് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ പുറത്ത് ഉപയോഗിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മൾ ഗ്ലോബൽ വാരിയബിൾസ് എന്നൊക്കെ വിളിക്കും. അത് നമ്മളിപ്പം തൽക്കാലത്തേക്ക് നോക്കണ്ട. നമുക്കിപ്പോൾ തൽക്കാലം ഫംഗ്ഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോൾ ആകെ ചെയ്ത് ഇത്രയേ ഉള്ളൂ, കുറച്ച് ലൈൻ ഓഫ് കോഡിനെ ഒരു പേരിട്ട് വിളിച്ചു. ഇനി എത്ര പ്രാവശ്യം അത് വിളിച്ചു കഴിഞ്ഞാലും അത്രയും പ്രാവശ്യമൊക്കെ അത് വർക്കാവും. സിമ്പിളാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് വർക്ക് നമുക്ക് ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്താണ്, ചെറുതായിട്ടൊന്ന് മാറ്റാണ്. ഇവിടെ നെയിം ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഈ പെട്ടി ഉണ്ടല്ലോ, ഈ പെട്ടിൻ്റെ അകത്ത് ഞാൻ നെയിം എന്ന് കൊടുക്കുകയാണ്. അപ്പം ഇനി ഞാൻ ഒന്നും കൂടെ കോഡ് റൺ ചെയ്ത് നോക്കുകയാണ്. ഇനി ഇതപ്പോൾ എറർ വരുന്നുണ്ട്. എന്താ റീസൺ എന്ന് വെച്ചാൽ, ഈ പെട്ടീനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വാരിയബിളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് ഈ വാരിയബിൾ നമ്മൾ എന്തെങ്കിലും വാല്യൂ ഈ പെട്ടിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്യണം. അതായത് നമുക്ക് പുറം ലോകത്ത് നിന്ന് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു സാധനം പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ പെട്ടി ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത്. അതായത് സേ ഹലോൻ്റെ അകത്തേക്ക് എനിക്ക് വെറുതെ സേ ഹലോ എന്ന് വിളിക്കാൻ പറ്റില്ല. എന്ത് വേണം, നെയിമിനൊരു വാല്യൂ വേണം. അപ്പോൾ ഞാൻ സേ ഹലോ അലക്സ് എന്നാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പോയി ഹലോ അലക്സ് വന്നിട്ടുണ്ട്. റീസൺ എന്താ, സേ ഹലോ ഓഫ് അലക്സ് എന്ന് വിളിക്കുമ്പോൾ ഈ അലക്സ് എന്നുള്ള വാല്യൂ നെയിമിലേക്ക് കൊടുക്കും. അതായത് നെയിം ഈക്വൽ ടു അലക്സ് എന്ന് കൊടുത്ത മാതിരി തന്നെയാണ്. അപ്പോൾ ഹലോ കോമ നെയിം പറയുമ്പോൾ ഹലോ കോമ അലക്സ് എന്നാ വരിക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇത് അലക്സ് മാറ്റിയിട്ട് ജോ ആണെങ്കിലോ, അപ്പോൾ നെയിമിലേക്ക് ജോനാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഹലോ കോമ നെയിം ഹലോ കോമ ജോ ആ വരും. ഓക്കെ, ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഡിഫറെന്റ് ആൾക്കാരുടെ പേര് പാസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. ഇതിന് നമ്മൾ ആർഗ്യുമെന്റ് പാസിംഗ് എന്ന് വിളിക്കുക. ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ആർഗ്യുമെന്റ് കൊടുക്കുക എന്നുള്ളതിൽ ഇതിൽ ഒന്ന് കൂടുതൽ സാധനങ്ങൾ കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നെയിമും ഏജും എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ സ്ട്രിങ് ഒന്ന് മാറ്റിയിട്ട് ഫോർമാറ്റഡ് സ്ട്രിങ് ആക്കാണ്. എന്നിട്ട് ഐ ആം, എന്നിട്ട് നമ്മളെ നെയിം ആൻഡ് ഏജ് യെസ് ഓൾഡ്. അലക്സ് മാത്രമായിട്ടൊന്ന് പാസ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ അലക്സ് മാത്രം പോരാ, അതായത് ഒരു വാല്യൂ മാത്രം പോരാ. നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തപ്പോൾ തന്നെ നെയിമും ഏജും പാസ് ചെയ്യണം എന്നുള്ള രൂപത്തിലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നെയിം മാത്രം പാസ് ചെയ്താൽ പോരെ, ഏജും പാസ് ചെയ്യണം. ഞാൻ ഏജും പാസ് ചെയ്തിട്ട് സാധനം റൺ ചെയ്ത് നോക്കാം. ഐ ആം അലക്സ് ആൻഡ് 20 years old. കറക്റ്റ് ആണ്, വന്നിട്ടുണ്ട്. എന്താ സംഭവിച്ചത്, നമ്മളിങ്ങനെ സേ ഹലോ ഓഫ് അലക്സ് കോമ 20 എന്ന് വിളിക്കുമ്പോൾ ഈ അലക്സ് എന്നുള്ള വാല്യൂ നെയിമിലേക്ക് കൊടുക്കും, 20 എന്നുള്ള വാല്യൂ ഏജിലേക്ക് കൊടുക്കും. അപ്പോൾ ഐ ആം അലക്സ് 20 years old വരും. കുഴപ്പങ്ങളൊന്നുമില്ല. അതേ മറിച്ച് ഞാൻ എന്താണ് തിരിച്ചങ്ങോട്ട് കൊടുക്കാം, അത് 20 കോമ അലക്സ് എന്ന് കൊടുക്കാം. എററൊന്നും കാണിക്കണില്ല. ഞാൻ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ഐ ആം 20 ആൻഡ് അലക്സ് years old. എന്താ ഈ സംഭവം, തല തിരിഞ്ഞുപോയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആർഗ്യുമെന്റിനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്നാണ് വിളിക്കുക. പൊസിഷണൽ ആർഗ്യുമെന്റ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, പൊസിഷൻ വെച്ചിട്ടാണ് അതിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുക. അതായത് ഇപ്പോൾ ഒന്നാമത് കിട്ടിയ ആളേതാണോ അത് നെയിമിലേക്കാണ് കൊടുക്കുക, രണ്ടാമത് കിട്ടിയ ആളേതാണോ അത് ഏജിലേക്കാണ് കൊടുക്കുക. അതുകൊണ്ടാണ് 20 ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ 20 നെയിമിലേക്കും അലക്സ് ഏജിലേക്കും ആയിട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് ഇത് തല തിരിഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് പൊസിഷണൽ ആർഗ്യുമെന്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഓർഡറിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം കയ്യിൽ നിന്ന് പോകും. ഇനി അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കുക, ഏജ് ഈക്വൽ ടു 20, നെയിം ഈക്വൽ ടു അലക്സ്. അപ്പം ഇത് നമ്മൾ കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കാം. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിനി ഓർഡറിന്റെ ബേസിലൊന്നും ഉള്ളിലേക്ക് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഈ ഇവിടെ കൊടുത്ത വാരിയബിളിന്റെ പേരെന്താണ് അത് പറഞ്ഞിട്ട് ഈക്വൽ ടു വാല്യൂ എന്ന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ പിന്നെ നേരത്തെ കൺഫ്യൂഷനും കാര്യങ്ങൾക്കൊന്നും ഇവിടെ ഒരു വകുപ്പില്ല. അപ്പോൾ സംഭവം സിമ്പിളായിട്ട് വർക്കാവും. അപ്പം മറ്റേതാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചെറുതാണ്, നമുക്ക് പെട്ടെന്ന് സാധനം എഴുതാൻ പറ്റും. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒന്ന് നീട്ടി വലിച്ച് എഴുതണമെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്തില്ല, ഓർഡറിന് പ്രാധാന്യമില്ല. ഇങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കും, ഇങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കും. അപ്പം രണ്ടും നമ്മളെ ഉപയോഗത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാനാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ ഇവിടെ മാറ്റി കൊടുക്കുകയാണ്.
ഞാൻ അലക്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൺ ചെയ്താൽ നമുക്കറിയാം എന്താ, നമ്മൾ ഇതിന് 2 സാധനങ്ങൾ വേണമായിരുന്നു, നെയിമും ഏജും. നമ്മൾ ഏജ് പാസ് ചെയ്യാണ്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എറർ അടിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പാസ് ചെയ്യാത്ത വാരിയബിൾസിന് ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് സെറ്റ് ചെയ്ത് വെക്കാം. അത് ഞാനിവിടെ എന്താണ് ഡീഫോൾട്ട് ആയിട്ട് ഒരു 20 സെറ്റ് ചെയ്യാം. പിന്നെ മീനിങ് എന്താ വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ സേ ഹലോ എന്നുള്ള ഫംഗ്ഷൻ ഉള്ളിലേക്ക് നെയിമിനെയും ഏജിനെയും എടുക്കും. ഈ ഏജിന്റെ വാല്യൂ അവർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള 20 എടുക്കും. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഏജിന്റെ വാല്യൂ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം അലക്സാൻഡ് 20 years old. അപ്പോൾ ഈ 20 എവിടെ നിന്നാണ് വന്നത്? 20 നമ്മളിവിടെ ഡീഫോൾട്ട് ആയിട്ട് കൊടുത്തേൽ നിന്നാണ്. നേരെ മറിച്ച് ഞാൻ ഇവിടെ എന്താണ് ജോ 18 എന്ന് കൊടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ 18 പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോന്റെ കേസിൽ നമ്മൾ പാസ് ചെയ്തത് കൊണ്ട് ആ പാസ് ചെയ്ത വാല്യൂ ആണ് എടുക്കുക. ഇത് നമ്മൾ ഡീഫോൾട്ട് വാല്യൂസ് എന്ന് പറയും, ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയും. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് ആർഗ്യുമെന്റ്സ് കൊടുക്കാൻ പറ്റും. ആർഗ്യുമെന്റ്സ് നമ്മൾ എങ്ങനെയൊക്കെ കൊടുക്കും? പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുക്കും. വെച്ചാൽ പൊസിഷൻ വെച്ചിട്ട് ഒന്നാമത്തെ ആൾ ഒന്നാമത്തേലേക്ക്, രണ്ടാമത്തെ ആൾ രണ്ടാമത്തേലേക്ക്, അങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് ആർഗ്യുമെന്റ് നെയിം ഈക്വൽ ടു വാല്യൂ എന്നുള്ള രൂപത്തിൽ കീവേഡ് ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡീഫോൾട്ട് ആയിട്ട് വാല്യൂസ് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ഒരു വാരിയബിൾ കൊടുത്തിട്ടില്ലെങ്കിലും ഫംഗ്ഷൻ വർക്ക് ആവും. എങ്ങനെ? ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷന് സെറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഏതാണെന്ന് വിചാരിച്ചു. ഞാൻ df ആഡ്, എന്നിട്ട് എനെയും ബിനെയും ഇൻപുട്ട് ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് a + b, നമ്മൾ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ആഡ് 1,2 കോൾ ചെയ്യാണ്. റൺ ചെയ്ത് നോക്കാണ് 3 വന്നിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? ആഡ് 1,2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ആണ് വർക്ക് ആവുക. ആഡ് എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വരും. ഈ ഫംഗ്ഷനകത്ത് 1 എന്നുള്ളത് എയിലേക്ക് കൊടുക്കും, 2 എന്നുള്ളത് ബിയിലേക്ക് കൊടുക്കും. ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ a + b 1 + 2 3 ആണ്. പ്രിന്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ക്രീനിലേക്ക് വരും. സിമ്പിൾ ആണ്. ഓക്കെ, എന്താണ് ഈ ആഡ് 1 2 എന്നുള്ളത് ഒരു വാരിയബിളിലേക്ക് വെറുതെ ഒന്ന് ഈക്വൽ ടു ഇട്ടിട്ട് കൊടുക്കാം. നമ്മൾ ഇൻപുട്ട് ഒക്കെ അങ്ങനെ കൊടുത്തിട്ടില്ലേ, നമ്മൾ യൂസറിനായി ഇൻപുട്ട് ആകുമ്പോൾ ഈക്വൽ ടു കൊടുത്തിട്ടല്ലേ ഫംഗ്ഷനെ വിളിച്ചത്. ഇത് എന്താ സംഭവിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് എന്താണ്, പ്രിന്റ് എക്സിന്റെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 3 വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഒരു നണ്ണ് വന്നിട്ടുണ്ട്. എന്താ നടന്നതെന്ന് വെച്ചാൽ നമ്മൾ ആഡ് 1,2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വർക്ക് ആവും. ഈ ഫംഗ്ഷനകത്ത് എയിലേക്ക് 1 ബിയിലേക്ക് 2 പാസ് ആവും. പ്രിന്റ് 1 + 2 3, പ്രിന്റ് 3 വന്നു. പിന്നെന്താ, പിന്നെ ഒരു നണ്ണ്. ഈ എക്സിന്റെ വാല്യൂ ഇപ്പൊ എന്താ ഉള്ളത്, നണ്ണാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രിന്റ് വർക്ക് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു സാധനം സ്ക്രീനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എക്സിന്റെ വാല്യൂ നണ്ണാണ്. അതെന്താ നടക്കണമെന്ന് വെച്ചാൽ അതൊന്നും കൂടെ മനസ്സിലാൻ വേണ്ടി എന്താണ് റിട്ടേൺ തേങ്ങ എന്ന് കൊടുക്കുകയാണെ. എന്നിട്ട് ഒന്നും കൂടെ റൺ ചെയ്യാണ്. ഓക്കെ, അപ്പൊ 3 വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു തേങ്ങ വന്നിട്ടുണ്ട്. എന്താ ഇപ്പോൾ ഇവിടെ നടന്നത്? നമ്മൾ x = ആഡ് 1 2 എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ വർക്ക് ആവും. ഈ ഫംഗ്ഷൻ വർക്ക് ആയി കഴിഞ്ഞാൽ പ്രിന്റ് a + b 1 + 2 3, പ്രിന്റ് 3 വന്നിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞാൻ പുതിയൊരു സാധനം കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ തേങ്ങ. റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ റിട്ടേണിന് ശേഷമുള്ള സാധനം ഏതാണോ ആ സാധനത്തിനെ ഈ ഫംഗ്ഷനെ വിളിച്ച സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഞാൻ ഈ തേങ്ങനെ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, x = തേങ്ങ എന്നോ, അപ്പോൾ പ്രിന്റ് x കൊടുത്ത് കഴിഞ്ഞാൽ പ്രിന്റ് തേങ്ങ. അങ്ങനെയാണ് ഈ തേങ്ങ വന്നത്. അതായത് നമ്മൾ എന്താ പറഞ്ഞത്, റിട്ടേണിന് ശേഷം എന്താണോ ഉള്ളത് ആ സാധനത്തിനെ ഫംഗ്ഷനെ വിളിച്ച സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇവിടെ റിട്ടേണിന് ശേഷം 5 എന്നുള്ളതെന്ന് വിചാരിച്ചു. 5 എന്നുള്ളെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ആദ്യം 3 വരും. 3 എങ്ങനെ വരാം, ആഡ് 1,2, അപ്പം എയിലേക്ക് 1 ബിയിലേക്ക് 2 1 + 2 3 ആണ്. പ്രിന്റ് 3 വന്നു, 3 വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. റിട്ടേൺ 5 കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു റിട്ടേൺ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ആ വിളിച്ച സ്ഥലത്ത് കൊണ്ടിട്ട് ആ റിട്ടേണിന്റെ വാല്യൂ, ഇവിടെ കൊടുത്ത വാല്യൂ അങ്ങോട്ട് ഫിറ്റ് ആയി കൊടുക്കും. അപ്പോൾ ഈ 5 ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. അപ്പോൾ എന്താവും, എക്സിന്റെ വാല്യൂ 5 ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ 5 പ്രിന്റ് ആവുന്നത്. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കൗതുകത്തിന് എന്ത് ചെയ്യാണ്, ഈ a + b എടുത്തിട്ട് ഇവിടെ കൊടുക്കാം. എന്നിട്ട് പ്രിന്റ് അങ്ങോട്ട് ഒഴിവാക്കാം. എന്താ നടക്കണം നോക്കാം. ആണോ 3 വന്നിട്ടുണ്ട്. എങ്ങനെ 3 വന്ന്, സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഞാനിവിടെ x = ആഡ് 1,2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് പോകും. എന്റെ വാല്യൂ 1 ആയിരിക്കും, ബിന്റെ വാല്യൂ 2 ആയിരിക്കും. റിട്ടേൺ a + b എന്ന് പറയുമ്പോൾ റിട്ടേൺ 1 + 2. 1 + 2 എത്ര, 3. അപ്പോൾ റിട്ടേൺ 3 ആണ് ശരിക്കും വരുന്നത്. റിട്ടേൺ 3 എന്ന് വെച്ചാൽ ഇവിടെ എന്താക്കും, 3 വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ 3 വെച്ച് റീപ്ലേസ് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 3 ആവും. 3 പ്രിന്റ് ചെയ്താൽ 3 സ്ക്രീനിലേക്ക് വരും. സിമ്പിൾ. അപ്പോൾ റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള വാല്യൂ എന്താണോ ആ വാല്യൂവിനെ എടുത്തിട്ട് നമ്മൾ ഫംഗ്ഷനെ വിളിച്ച സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമുള്ള കോഡൊന്നും വർക്ക് ചെയ്യില്ല. അപ്പം ഞാൻ ഇവിടെ പ്രിന്റ് തേങ്ങ എന്നിവിടെ കൊടുത്തേക്കാണ്. കോഡ് എഴുതുമ്പോൾ ഒരു മങ്ങിയ കളറിലാണ്. എൻ്റെ റീസൺ എന്താ വെച്ചാൽ അത് അൺറീച്ചബിൾ കോഡാണ്. റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിട്ടേണിന്റെ മുമ്പ് എഴുതിയ കോഡ് മാത്രമേ ഫംഗ്ഷന്റെ ഉള്ളിൽ വർക്ക് ആവുള്ളൂ. റിട്ടേണിന് ശേഷം എഴുതിയ കോഡ് വർക്ക് ആവില്ല. അപ്പോൾ റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള വാല്യൂ എന്താണോ അത് ഫംഗ്ഷനെ വിളിച്ച സ്ഥലത്ത് വെച്ചിട്ട്
റീപ്ലേസ് ചെയ്യും. ഇത് വാല്യൂസ് നമ്പർ സ്ട്രിങ് എന്നൊന്നും ഇല്ല, നമുക്ക് വാലിഡ് ആയിട്ട് പൈത്തണിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഡിക്ഷണറി കൊടുക്കുക, ലിസ്റ്റ് കൊടുക്കുക, ഒരു കുഴപ്പങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിനാണ് നമ്മൾ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻസ് നമുക്ക് ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ഫംഗ്ഷൻസ് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ യൂസ് കേസ് അനുസരിച്ചിട്ട് നമ്മളെ കോഡിന്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഫംഗ്ഷൻസ് എഴുതിയിട്ട് സാധനങ്ങൾ ചെയ്യാൻ നോക്കാം. ഇനി ഒരു സാധനം കൂടെ ജസ്റ്റ് എക്സ്ട്രാ പറയാം. നമ്മൾ കോഡിന്റെ ഇടയിൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പറയാണ് എ ഫംഗ്ഷൻ ടു ആഡ് 2 നമ്പേഴ്സ് ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആഡിങ് 2 നമ്പേഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ കോഡിനകത്ത് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കാണ്. പക്ഷെ ഇതിങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് പ്രോഗ്രാം പൈത്തനെ കൊണ്ട് റൺ ചെയ്യിപ്പിച്ചാൽ എറർ വരും. കാര്യം എന്താ, ഇതൊന്നും വാലിഡ് ആയിട്ടുള്ള സിൻടാക്സ് അല്ല, അപ്പോൾ എറർ വരും. അപ്പോൾ ആ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്ന സാധനങ്ങളുടെ മുമ്പിൽ ഒരു ഹാഷ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഇതിന്റെ മുമ്പിൽ ഒരു ഹാഷ് സിമ്പിൾ ഇട്ട് കൊടുക്കുക, ആണെങ്കിൽ കുറച്ചൊരു സ്പേസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇത് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ കമന്റുകൾ എന്ന് വിളിക്കുക, കമന്റ്സ് എന്ന് വിളിക്കുക. അതായത് ഇത് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കോഡ് എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി വെക്കുന്നതിന് നമ്മൾ കമന്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് കോഡ് വേറൊരാൾ വായിച്ചു നോക്കുമ്പോൾ അയാൾക്ക് ഇത് മനസ്സിലാവും എന്താ നടക്കണമെന്നുള്ളത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റാണ് നമ്മൾ ബേസിക് ആയിട്ട് പൈത്തണിൽ അറിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സീരീസ് ഓഫ് വീഡിയോസിൽ കുറച്ചും കൂടെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അതിൻ്റെ മുന്നേ ഈ ബെയർബോൺ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് നോക്കുക, കുറച്ച് കോഡ് ചെയ്ത് നോക്കുക, എല്ലാ സാധനങ്ങളും സ്വന്തമായിട്ടൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ.